Hi all, welcome to CC Bank. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമുക്ക് CACBയുടെ എക്സാം ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ സമയം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനിയുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അക്കൗണ്ടൻസിയിൽ സ്കോർ ചെയ്യാം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് അക്കൗണ്ടൻസി സ്കോർ ചെയ്യാനായിട്ടുള്ള കുറച്ച് ട്രിക്കുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, CACB എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. When this same transaction is recorded twice in the books of original entry, then it is known as option A compensatory error, option B clerical error, option C error of principle, option D error of duplication. എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതൊരു എററുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണല്ലേ. അപ്പം നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്ന ഏതാണ്? നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ വന്നിട്ടേക്കുക കേട്ടോ. അപ്പൊ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിലെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷനെ രണ്ട് വട്ടം റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ എന്താണ് എന്നാണ് ചോദ്യം. കോമ്പൻസേറ്ററി എറർ ഉണ്ട്, ക്ലറിക്കൽ എറർ ഉണ്ട്, എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഇനി എന്താണ് കോമ്പൻസേറ്ററി എറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് ഇല്ലാതായി പോവുകയാണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, കോമ്പൻസേറ്ററി എറർ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒമിഷൻ, എറർ ഓഫ് ഒമിഷൻ ഉണ്ട്. എന്താണ്, നമ്മൾ ഇവിടെ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ രണ്ട് വട്ടം റെക്കോർഡ് ചെയ്തു അല്ലെ, എന്നാൽ ട്രാൻസാക്ഷൻ എഴുതുവാനായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുവാനായിട്ട് വിട്ടുപോവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് പാർഷ്യൽ ഒമിഷൻ, ഒന്ന് കംപ്ലീറ്റ് ഒമിഷൻ, അല്ലെങ്കിൽ ഫുൾ ആയിട്ടും എന്ത് ചെയ്യുന്നു, വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് മാത്രം എൻ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്, ടോയ്സ് എന്ന് കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഓപ്ഷൻ ഡി, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഇൻഡിക്കേറ്റ് എ ഫേം സ്റ്റെബിലിറ്റി ഇൻ പേയിങ് ഇറ്റ്സ് കറന്റ് ലയബിലിറ്റീസ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഒരു ഫേമിന് അവരുടെ കറന്റ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, കറന്റ് റേഷ്യോ ഉണ്ട്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. എന്താണ്, നമുക്ക് ലയബിലിറ്റീസിനെ രണ്ടായിട്ടാണ് നമ്മൾ തിരിക്കുക. ഒന്ന് കറന്റ് ലയബിലിറ്റീസ് എന്നും മറ്റൊന്ന് എന്താണ്, ലോങ് ടൈം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ കറന്റ് ലയബിലിറ്റീസ് ആണ്. അത് മീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു എബിലിറ്റി കാണിക്കുന്ന റേഷ്യോ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഒരു സംശയവും വേണ്ട, കറന്റ് റേഷ്യോ ആയിരിക്കും. എങ്ങനെ നമുക്ക് കറന്റ് റേഷ്യോ കണ്ടുപിടിക്കാം? കറന്റ് അസറ്റ് ഈസ് ടു കറന്റ് ലയബിലിറ്റീസ് എന്നതാണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് എന്നതാണ് നമ്മുടെ കറന്റ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദി ഒബ്ജക്റ്റീവ് ഓഫ് ഡാഷ് ഈസ് ടു ടെസ്റ്റ് ദി ആക്യുറസി ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഏതാണ് നമ്മൾ ആദ്യമേ നിങ്ങളോട് കമന്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ജേണൽ ആണ് അല്ലേ. ആ ജേണലിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ജേണലൈസിംഗ് എന്ന് പറയും. ഇനി ഈ ജേണലിൽ നിന്നും അത് ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുക? ഇവിടെ നമുക്ക് ആൻസർ ഉണ്ട്, പോസ്റ്റിംഗ് എന്ന് പറയും. ഇനി ഈ ഒരു ലെഡ്ജറിലോട്ട് കൊണ്ടുവന്ന എല്ലാ പോസ്റ്റിംഗ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എല്ലാ എമൗണ്ടും ഫിഗറും ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കും. അതിനെ പറയുന്ന പേരെന്താണ്? ബാലൻസ് ഷീറ്റ് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്. ഏതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക? എല്ലാവർക്കും അറിയാം, കാരണം നമുക്ക് ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ ഇത്. എന്താണ് നമുക്കറിയാം, ട്രയൽ ബാലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ആക്യുറേറ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫിഗേഴ്സും കറക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട് വേറൊരു ടൈം അല്ലെങ്കിൽ വേറൊരു ചോദ്യം കൂടി നമ്മളോട് ചോദിക്കാറുണ്ട്. A temporary mismatch between debit and credit in trial balance
നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ റിപ്പീറ്റഡ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? സസ്പെൻസ് അക്കൗണ്ട് അല്ലെ? സസ്പെൻസ് അക്കൗണ്ട് എന്നതാണ്. അപ്പം നമ്മുടെ ട്രയൽ ബാലൻസ് ഏറെക്കുറെ ഇങ്ങനെയായിരിക്കും. ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ പർട്ടിക്കുലേഴ്സ് എഴുതുക. ഇവിടെ നമ്മൾ കുറെ ഐറ്റംസ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ടോട്ടൽ കൂട്ടിയപ്പം 1000 വന്നു. ഇവിടെ ഞാൻ എല്ലാം കൂടെ കണക്ക് കൂട്ടി വരുമ്പോൾ എനിക്ക് 900 വരുന്നുള്ളൂ. ഓക്കെ, 100 രൂപയുടെ വ്യത്യാസമുണ്ട്. എവിടെയാണുള്ളത്? ക്രെഡിറ്റ് സൈഡിൽ 100 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ ഒരു വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ട്രയൽ ബാലൻസ് ടാലി ആയെങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ചെറിയൊരു 100 രൂപയുടെ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് കാണിക്കും. സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് എഴുതും? ആ ഒരു 100 രൂപ എഴുതും. ഏത് സൈഡിൽ തന്നെയാണ് എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് കോളത്തിൽ തന്നെ നമ്മൾ 100 രൂപ എഴുതി 1000 എന്നാക്കി നമ്മൾ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും? ബാലൻസ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻസ് അക്കൗണ്ട് എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ? ബാലൻസ് ഷീറ്റും എന്താണ്? അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞു. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആ ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പേരിൽ കൂടി അറിയപ്പെടും? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് കൂടി ഇത് അറിയപ്പെടുന്നു. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേയിലാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഡേയിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മുടെ ഫേമിന് എത്ര ലയബിലിറ്റി ഉണ്ട്, എത്ര അസറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് എത്ര ലാഭം ഉണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുക? ഓൾ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഉള്ള ഇൻകവും മാത്രമാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യാറുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റിനെ പറയുന്ന പേര് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും ഗ്രോസ് ലോസ് ആണെങ്കിലും നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെയാണ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എക്സ്പെൻസ്, അതുപോലെ മറ്റ് മിസ്ലേനിയസ് ഇൻകം എല്ലാം നമ്മൾ എവിടെയാണ് കാണിക്കുക? ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് എന്താണ്? ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഇൻ കേസ് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? നെറ്റ് ലോസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഏതാണ് നമ്മൾ അരിത്മെറ്റിക് ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫാക്ടറി റെന്റ് ഈസ് അപ്പോർഷൻ ഓൺ ദി ബേസിസ് ഓഫ് എന്താണ്? ഫാക്ടറി റെന്റ് എന്തിന്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്ത് നൽകുന്നത്? ഓപ്ഷൻ എ ഏരിയ ഓക്കുപൈഡ്, ഓപ്ഷൻ ബി റെന്റ് പേ, ഓപ്ഷൻ സി ലൈറ്റ് പോയിന്റ്, ഓപ്ഷൻ ഡി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഇപ്പം നമ്മുടെ ഒരു വലിയ ഒരു ഫാക്ടറിയാണ്, പല പല കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഈ ഒരു ഫാക്ടറിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫുൾ ഏരിയ നമ്മൾ ആകെയുള്ള ഫാക്ടറി എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഈ ഒരു ഒന്നാമത്തെ കോളം മുഴുവനും എന്താണ്? എ ആണ്. എ എന്ന ഫാക്ടറിയിൽ എ എന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാക്കിയുള്ളതിന്റെ ഒരു പകുതി ഞാൻ ബിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം ഏതാണ്? സി. ഇങ്ങനെ മൂന്നായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ആ ഒരു കംപ്ലീറ്റ് പോർഷൻ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു റേഷ്യോയിലാണ്. ഇനി നമുക്കൊരു 2000 രൂപയാണ്, എക്സാമ്പിൾ ആണ്, 2000 രൂപയാണ് നമുക്ക് റെന്റ് ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കുക. ഇത് എന്തിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലേക്കും നമ്മൾ എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നതാണ് ചോദ്യം. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഫിറ്റ് നമ്മൾ കൃത്യമായിട്ട് തിരിച്ച് ഓരോന്നും എത്ര ലാഭമുണ്ടാക്കി എത്ര നഷ്ടമുണ്ടാക്കി എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ 2000 എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റിനും വീതം വെച്ച് നൽകും. അത് ഏരിയ ഓക്കുപ്പൈഡിന്റെ ബേസിസിലാണോ, അതോ റെന്റ് പേയുടെ ബേസിലാണോ, ലൈറ്റ് പോയിന്റിന്റെ ബേസിലാണോ, ഗുഡ്സ് പ്രൊഡ്യൂസിന്റെ ബേസിലാണോ? ഒരു ഡൗട്ടും വേണ്ട. എന്താണ് ഈ ഒരു ഏരിയ എത്രത്തോളമാണ് ഇവർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്, അതിന്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു റെന്റ് വീതം വെച്ച് നൽകുക. ഇവിടെ 2000 ആണ് നമ്മുടെ റെന്റ് എങ്കിൽ അതിന്റെ കൂടുതൽ ഏരിയ അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ നമ്മൾ കൊടുക്കേണ്ട റെന്റ് ആണ് 2000 രൂപ.
അതിന്റെ നേർപകുതിയും എ എന്ന ഫാക്ടറി അല്ലെങ്കിൽ എ എന്ന യൂണിറ്റ് ആണ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ 2000ന്റെ നേരെ പകുതി 1000 രൂപ എയുടെ റെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാണിക്കും. ഇനി ബാക്കിയുള്ള ബിയും സിയും എന്താണ്, ബാക്കിയുള്ളതിന്റെ പകുതി വീതമാണ് എടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ അങ്ങനെ 500. അപ്പം ഏരിയ ഒക്കുപ്പൈഡിന്റെ ബേസിസിലാണ് റെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്പോർഷൻ ചെയ്ത് നൽകുന്നത്. ഇനി ഇലക്ട്രിസിറ്റിയുടെ കാര്യമാണെങ്കിൽ അവിടെ നമുക്ക് ലൈറ്റ് പോയിന്റിന്റെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ക്യാപിറ്റൽ ഓഫ് ബിസിനസ് ഡിക്രീസസ് ഇഫ് ദെയർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ. വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു വായിക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ചോദ്യമാണ് അല്ലെ. എന്താണ് ക്യാപിറ്റൽ ഓഫ് ബിസിനസ്? ക്യാപിറ്റൽ ഓഫ് ബിസിനസ് എന്ത് ചെയ്യുന്നു, കുറയുകയാണ്. ഇഫ് ദെയർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് കൂടുമ്പോഴാണ് ക്യാപിറ്റൽ കുറയുന്നത്? ഓപ്ഷൻ എ ഡ്രോയിങ്സ്, ഓപ്ഷൻ ബി ഇൻകം, ഓപ്ഷൻ സി ഗെയിൻസ്, ഓപ്ഷൻ ഡി ഫ്രഷ് ക്യാപിറ്റൽ. നോക്കിക്കേ, എൻ്റെ ഇപ്പം ഞാനൊരു 1 ലക്ഷം രൂപയാണ് എൻ്റെ കമ്പനിയിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്. 1 ലക്ഷം രൂപ 10,000 ആയതുള്ളൂ അല്ലെ, സോറി 10,000 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി എനിക്കൊരു 5,000 രൂപ എന്തുണ്ട്, ഇൻകം ഉണ്ടായി എന്ന് വിചാരിക്കുക. എനിക്ക് 5,000 രൂപ ഇൻകം ഉണ്ടായി. അപ്പം അതെന്താണ്, എൻ്റെ ക്യാപിറ്റലിന്റെ കൂടെ കൂടുകയാണ്. ഇവിടെ 5,000 രൂപ ഇൻകം കൂടിയപ്പം എൻ്റെ ക്യാപിറ്റലും എന്ത് ചെയ്തു, കൂടുകയാണ് ചെയ്തത്. ഇനി എന്തെങ്കിലും നേട്ടം ഉണ്ടായി, ഞാനിപ്പോ ഒരു 6,000 രൂപയ്ക്ക് മേടിച്ചൊരു സാധനം ഞാൻ ഒരു 10 രൂപയ്ക്ക് വിറ്റു, ഒരു 4,000 രൂപയുടെ ഗെയിൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഗെയിൻ എന്താണ്, ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അത് വരുമ്പോൾ എനിക്ക് എങ്ങനെയാണ്, എൻ്റെ ക്യാപിറ്റലിന്റെ കൂടെ അത് വീണ്ടും കൂടുകയാണ് 4,000 രൂപ. ഇനി ഫ്രഷ് ക്യാപിറ്റൽ ഞാൻ പുതുതായിട്ടൊരു 10,000 രൂപയും കൂടി എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എങ്ങനെ വരും, 10,000 രൂപ എന്റെ ക്യാപിറ്റലിന്റെ കൂടെ കൂടുകയാണ്. ഇത്രയും കേസ് നോക്കിക്കേ, ഇപ്പൊ എന്റെ ക്യാപിറ്റൽ എത്രയായിട്ടുണ്ട്, 10,000. ആകെ 10,000 ആയിരുന്നു ഉണ്ടായിരുന്നത്, 15 19 29 രൂപയായി. ഇവിടെ എല്ലാം എന്ത്, ഈ പറഞ്ഞ 3 കേസിലും എന്താണ്, എന്റെ ക്യാപിറ്റൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇൻകം കൂടിയപ്പോഴും, ഗെയിൻ കൂടിയപ്പോഴും, ഫ്രഷ് ക്യാപിറ്റൽ കൂടിയപ്പോഴും എല്ലാം എന്താണ്, എന്റെ ക്യാപിറ്റൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡ്രോയിങ്സ് കൂടുമ്പോൾ എന്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യും, കുറയും. ഡ്രോയിങ്സ് കൂടുമ്പോഴാണ് ഞാനിപ്പോ ഒരു 5,000 രൂപ വിഡ്രോ ചെയ്തു, 5,000 രൂപ ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു. അപ്പൊ എന്റെ ക്യാപിറ്റൽ എത്ര വരും, ഇവിടെ 29 പകരം 24 വരും അല്ലെ. അപ്പൊ ഡ്രോയിങ്സ് കൂടുമ്പോഴാണ് എന്ത് വരുന്നത്, ക്യാപിറ്റൽ കുറയുന്നത്. ഡ്രോയിങ്സ് കൂടുമ്പോൾ ക്യാപിറ്റൽ കുറയും. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ഡ്രോയിങ്സ് ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ CSEB എക്സാമുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം എക്സാം ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 ആയിരുന്നു അല്ലെ. അതും എന്ത് ചെയ്തു, ജൂലൈ 30 വരെ നീട്ടി വെച്ചിട്ടുണ്ട്. അതായത് ഒരു അനന്തമായ ഒരു നീളം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് അല്ല, കുറച്ച് ഒരു വലിയൊരു ലെങ്ത് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠനം നിർത്തിയിട്ട് പോകരുത്, കൃത്യമായി പഠനം കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ 6 മന്തിന്റെയും 3 മന്തിന്റെയും ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതായത് ഇപ്പൊ നമുക്ക് എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു 3 മന്ത് ബാച്ച് വരുന്നത്. നമുക്ക് ആ ഒരു എക്സാം ഫോക്കസ് ചെയ്തായിരിക്കും നമ്മുടെ 3 മന്ത് ബാച്ച് വരിക. അതായത് കഴിഞ്ഞ എക്സാമിന് കട്ട് ഓഫിന് തൊട്ടടുത്തെത്തിയിട്ടും കട്ട് ഓഫ് മറികടക്കാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ടും അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു ജൂലൈ 30 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ജൂലൈ 30 വരെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പുതിയ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ ഒരു എക്സാമിനെ നിങ്ങളെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ 6 മന്ത് ബാച്ച് വരുന്നത്. അതായത് ഇപ്പം ഈ വർഷം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ വർഷം JDC HDC കോഴ്സ് കഴിഞ്ഞവരായിക്കൊള്ളട്ടെ, നിങ്ങൾ അല്ല എങ്കിൽ നിങ്ങളുടെ പഠനം ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത്ര നാൾ ജനറൽ PSC പഠിച്ചു, ഇനി CSEB നോക്കിയേക്കാം, ആദ്യമായിട്ട് തുടങ്ങാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ബേസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു 6 മാസം കൊണ്ട് 1ാം റാങ്കിലേക്ക് എത്തി ജോലി മേടിക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു 6 മന്ത് ബാച്ച് വരുന്നത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും തന്നെ ലൈവ് ക്ലാസ്സുകൾ വരുന്നതും, അതുപോലെ ഡെയിലി എക്സാം, വീക്കിലി എക്സാം, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയായിരിക്കും നമ്മുടെ ഒരു ബാച്ച് വരിക. അപ്പൊ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 8921440580 എന്ന ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദി ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഈസ് ഓപ്ഷൻ എ 2:1, ഓപ്ഷൻ ബി 1:1, ഓപ്ഷൻ സി 3:1, ഓപ്ഷൻ ഡി 1:2. അപ്പൊ ഇത്രയും ചോദ്യങ്ങളുടെ ആൻസർ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ ആൻസർ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ അടുത്ത ചോദ്യമല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ CACB-യുടെ 6 മന്തിന്റെ ബാച്ച് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് CC ബാങ്ക് ഒപ്പം ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ പ്രിന്റബിൾ PDF നോട്ടായിട്ടും അതുപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, ക്വിസുകൾ, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് നമ്മുടെ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും. അപ്പം ഒട്ടും സമയങ്ങളെ ആദ്യം എന്ത് ചെയ്യുക, 8891440580 എന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് GK തന്നെയാണ് അല്ലെ. GK ഇംഗ്ലീഷ് മാത്സ് ആണ്. അതിനകത്ത് GKക്ക് നമ്മൾ കുറച്ച് പിന്നോട്ടാണ്. അപ്പം ആ ഒരു ഭാഗത്ത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ CC ലേണിംഗ് ആപ്പിൽ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് കൃത്യമായി ഡെയിലി ക്വിസുകൾ, കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ GKയുമായി ബന്ധപ്പെട്ട് ക്വിസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ ഒരു CC ലേണിംഗ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ CC ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക. നാളത്തേക്ക് ഒരു കാര്യവും മാറ്റി വെക്കരുത്. ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾ തുടങ്ങുക. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്